നമസ്കാരം. മദർ തെരേസയുടെ വളരെ പ്രശസ്തമായ ഒരു വാചകം പറയട്ടെ. നിങ്ങൾ ലോക സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോവുക, കുടുംബത്തെ സ്നേഹിക്കുക. അതെ, നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതും വിലപ്പെട്ടതും നമ്മുടെ കുടുംബം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും പുതിയ അറിവ് പകരാനായി പച്ചക്കുതിര ഇതാ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക്. ഐ വെൽക്കം യു ഓൾ ടു പച്ചക്കുതിര. കഴിഞ്ഞ 2 എപ്പിസോഡുകളും അവസാനിക്കുമ്പോൾ എന്നോടൊപ്പം ഈ മത്സരവേദിയിലുണ്ടായിരുന്നത് എന്റെ പ്രിയ സുഹൃത്തും നിങ്ങളുടെ പ്രിയ നടനുമായ ടിനി ടോമും ഭാര്യയുമാണ്. ഞാൻ ഈ മത്സരം തുടരുന്നതിലേക്കായി സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ ടിനി ടോം ആൻഡ് മിസ്സിസ് രൂപ ടിനി ടോം. ടിനി, രൂപ, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്രയധികം നിങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റി. 3 എപ്പിസോഡുകൾ കവർ ചെയ്യുകയാണ് നമ്മൾ. മത്സരം കണ്ടിന്യൂ ചെയ്യാം. 1,50,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട 9ാമത്തെ ചോദ്യമാണ് അടുത്തത്. പച്ചക്കുതിര 9ാമത്തെ ചോദ്യത്തിലേക്ക്. രാജീവ് ഗാന്ധിക്ക് ഭാരതരത്ന ലഭിച്ച വർഷമേത്? പച്ചക്കുതിര ഓപ്ഷൻ: എ 1991, ബി 1990, സി 1988, ഡി 1992. ഏത് വർഷമാണ് രാജീവ് ഗാന്ധി മരിച്ചതെന്ന് ആലോചിക്കണം. യുവർ ടൈം ബിഗിൻസ് നൗ. ഏത് വർഷങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്? അത്തരം കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് ഏകദേശം ഒരു കണക്കിൽ എത്താവുന്നതാണ്. ഏകദേശം ഒരു കണക്ക് 91. കൺഫേം ചെയ്യട്ടെ? ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. എ 1991. കറക്കി കുത്തായിരുന്നു, എന്നാലും ഏകദേശം സാരമില്ല. എനിക്കും ഒരു ഊഹിക്കാനേ പറ്റുന്നുള്ളൂ ഏത് വർഷമാണ് രാജീവ് ഗാന്ധി മരിച്ചതെന്നും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ട് ഒരു ഊഹത്തിലെത്താൻ മാത്രമേ പറ്റുള്ളൂ. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? അത് ഹൃദയത്തിൽ നിന്ന് വന്ന ചിരിയാണത്, അല്ലേ? മറ്റതെല്ലാം എവിടെയെങ്കിലും കേട്ട് ഓർമ്മിച്ച ചില കാര്യങ്ങൾ, എവിടെയോ വായിച്ച ചില ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ടാണ്. അതല്ലെങ്കിൽ ടിനിക്ക് അറിയാത്ത പല കാര്യങ്ങളും രൂപയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ള ഭാഗ്യമെല്ലാം ഉണ്ടായിരുന്നു. ഇത് കറക്കി കുത്തിയതാണ്. പക്ഷെ ശരിയായി വന്നു. ഈ ലോട്ടറി ഞാൻ എടുക്കാറില്ല. കിട്ടാറില്ല. ഞാൻ ആദ്യം എടുത്ത പിന്നെ അതിൽ വിശ്വാസമില്ലാണ്ടായി. പക്ഷെ ചില ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്, അല്ലെ? പ്രൈസ് കിട്ടാറുണ്ട്. പിന്നെ ടിനി ഒരുപാട് വായിക്കും. വേണം, വായിക്കണം. വായന നമ്മുടെ ഒരു ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് യാത്രയിലൊക്കെ ഒരുപാട് സമയങ്ങൾ കിട്ടും, ഒരുപാട് വായിക്കാനുള്ള ഷൂട്ടിംഗ്. അപ്പോൾ അങ്ങനെയുള്ള വായിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് ടിനി മാത്രമല്ല, ഈ മിമിക്രിയുമായി ബന്ധപ്പെട്ട പല കലാകാരന്മാരും ഏറ്റവും കറണ്ടായിട്ടുള്ള പല ഇഷ്യൂസിനെയാണ് ഹാസ്യവൽക്കരിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ നിൽക്കാത്ത ആൾക്കാരാണ് മിമിക്രിന്ന് പിന്നിലേക്ക് പോകുന്നത്. അപ്ഡേറ്റ് ചെയ്യൂല. ഇതുമാവട്ടെ 1.5 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. 1991 പബ്ലിക് അഫയേഴ്സിനാണ് രാജീവ് ഗാന്ധിക്ക് ഭാരതരത്ന അവാർഡ് ലഭിച്ചത്. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുള്ളൂ. അതേ വർഷം തന്നെ അതേ മേഖലയ്ക്ക് മൊറാർജി ആർ ദേശായി, സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവർക്കും ഭാരതരത്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പോ 1.5 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് 2 ലക്ഷം രൂപയ്ക്കുള്ള ഈ റൌണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ഇതിന്റെ ജാക്ക്പോട്ടാണ്. ഇത് കഴിഞ്ഞാൽ ഇനി മത്സരത്തിന്റെ അടുത്ത സ്റ്റെപ്പായ 1 കോടി രൂപ സമ്മാനമായി ലഭിക്കേണ്ട മത്സരത്തിലേക്കാണ് രൂപയും ടിനി ടോമും വരാൻ പോകുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിരണം കവികളിൽ ഉൾപ്പെടാത്തത് ആര്? പച്ചക്കുതിര ഓപ്ഷൻ: എ മാധവ പണിക്കർ, ബി ശങ്കര പണിക്കർ, സി രാമ പണിക്കർ, ഡി കൃഷ്ണ പണിക്കർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവരിൽ ആരാണ് നിരണം കവികളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്. നല്ലൊരു കറക്കിക്കുത്ത് വൈഫിനെ കൊണ്ട് നടത്തിക്കാം. കറക്കിക്കുത്ത് നോക്കാം. ടൈം 17-16 സെക്കൻഡുകളേ ഉള്ളൂ. പറഞ്ഞെന്നാണ് എനിക്കറിയില്ല. ഇത് ഡി കൃഷ്ണ പണിക്കർ.
ഡി കൃഷ്ണപ്പണിക്കർ. കൺഫേം ചെയ്തോട്ടെ? എനിക്കറിയാം. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, ഡി കൃഷ്ണപ്പണിക്കർ. സമയമില്ല. ആര് കറക്കി കുത്തിയതാണത്? ഞാനാണ് കറക്കി കുത്തി പറഞ്ഞത്, പറയിപ്പിച്ചത് ഉള്ള കൊണ്ടാണ്. അതെന്താണ് അങ്ങനെ ചെയ്തത്? തെറ്റാണ് ഞാൻ പറഞ്ഞോട്ടെ. ഒരു ലക്കുണ്ടാവും നോക്കട്ടെ. ലക്കുണ്ടാവുന്ന നോക്കാനാണോ അതോ ഞാനായിട്ട് ഇനി അബദ്ധം പറഞ്ഞൊന്നും വേണ്ടാന്ന് വിചാരിച്ചു? ഈ ഞങ്ങളിങ്ങനെ ചില തമാശകൾ ചിലർ പറയും. അപ്പൊ അത് ഏറ്റില്ലെങ്കിൽ പറയും ഇത് ഞാൻ പറഞ്ഞതല്ല, ജാഫർ പറഞ്ഞാണെന്ന്. ചിത്തപ്പേര് അവനായിരിക്കും. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞെന്നുള്ളൂ. അത് തമാശയുടെ കാര്യം. ഇത് 2 ലക്ഷം രൂപയാണ്. വിശ്വാസമുണ്ടോ ശരിയായ ഉത്തരമാണെന്ന്? വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതാണ് കൃഷ്ണപ്പണിക്കർ ആയിരിക്കും. ഉറപ്പാണ്. പച്ചക്കറിയോട് ചോദിക്കണ്ട. പച്ചക്കറിയോട് ചോദിക്കണം. ചോദിക്കണോ? പിന്നെ ശരി, ഒരു കാര്യം ചെയ്യാം. പച്ചക്കുതിരയോട് തന്നെ ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഇത്രയും വലിയൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. ഇത് തീരെ പ്രതീക്ഷിച്ചില്ല ടിനി. ഇവിടുന്ന് ജാക്ക്പോട്ട് അടിച്ചുകൊണ്ട് ഇറങ്ങുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും വളരെ സന്തോഷം തോന്നുന്നുണ്ട്, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ടിനി പൊട്ടിച്ചിരിച്ചതുപോലെ ഞാൻ ചിരിച്ചില്ല എന്നുള്ളൂ, പക്ഷെ അതിനേക്കാളുപരി ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എന്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, ജയകുമാർ ചെങ്ങോരോട് ഞാൻ പറഞ്ഞില്ല, പുള്ളി എനിക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യാറ് നമ്മൾ. എനിക്കുള്ള കഴിവൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ള കിട്ടുന്നത്. കവികളെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടുത്തില്ല സത്യം പറഞ്ഞാൽ. കവിതകൾ അത് ആസ്വദിച്ചിട്ടില്ല, എനിക്ക് ആസ്വദിക്കാൻ പറ്റാറില്ല. പക്ഷെ പുള്ളി ഇങ്ങനെ വരുന്ന പറഞ്ഞു തരുമ്പോഴാണ് എന്താണ് കവിത എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത്, അതിന്റെ ഒരു ഭംഗിയൊക്കെ. അല്ലാണ്ട് ഈ കഥകളി കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. സാധാരണ നമ്മൾ മലയാളികൾ ഇപ്പൊ സ്കൂളിലൊക്കെ ഒരു ക്രാഷ് കോഴ്സ് പോലെയെങ്കിലും ഈ കഥകളി, ഇപ്പൊ അമേരിക്കയിലെ എംബസിയിൽ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹിബിക്കും ഡു യു നോ കഥകളി, യെസ് ജസ്റ്റ് ഷോ ദ ശൃംഗാരഭാവം എന്ന് പറയുമ്പോ അപ്പൊ പുള്ളി എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി കാണിക്കും. അപ്പൊ നമുക്കറിയില്ല, നമ്മുടെ സ്കൂളിലെങ്കിലും ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്നും ആകാൻ സാധിച്ചില്ല. കലാമണ്ഡലത്തിലും ഇവിടെ ഒന്നും പോകാൻ സാധിച്ചില്ല. ആകെ അറിയാവുന്നത് കലാഭവൻ മാത്രമാണ്. എന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടുപുറയില്ല, അതുകൊണ്ട് കലാഭവൻ കണ്ടു ബോധിച്ചിട്ടുണ്ട്. അല്ലാതെ വേറൊരു ഇൻഫോർമേഷൻ നമുക്ക് നമ്മുടേതായ ഒരു ഫോംസ് ഉണ്ട്, ആർട്ടിസ്റ്റിക് ഫോംസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അത് ക്രാഷ് കോഴ്സ് പോലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഇനിയും വിദ്യാഭ്യാസ മന്ത്രി വിചാരിച്ച് നടക്കും. അബ്ദുൾ റബ്ബ് സാറ് അതിന് ശ്രമിക്കട്ടെ. കാരണം നമ്മുടെ ബേസിക് ആർട്ട് ഫോംസ് ഒന്നും അറിയില്ല നമ്മുടെ കുട്ടികൾക്ക്, കഥകളി അറിയില്ല. എല്ലാവരും എന്താണ് അപ്പൊ തന്നെ ഏറ്റവും നല്ല കലാകാരനായ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന കാലഘട്ടമായി മാറി കുട്ടികൾ. അപ്പൊ അത് മാറിയിട്ട് നല്ലൊരു ബേസിക്സ് കൊടുക്കണമെന്നാണ്. കവിതയും സാഹിത്യവും ഒക്കെ കുട്ടികൾ ശ്രദ്ധിക്കാനും എല്ലാവരും പഠിക്കാനുള്ള ഇടവരണം. നിരണം കവികൾ എന്ന് പറഞ്ഞാൽ തന്നെ ആരൊക്കെയാണെന്ന് ആളുകൾക്ക് അറിവുണ്ടാവില്ല, അല്ലെ? നിരണം കവികൾ എന്നറിയപ്പെടുന്നത് മാധവ പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവരാണ്. കൃഷ്ണപ്പണിക്കർ അതിൽ പെടുന്നില്ല. AD 1350 1450 ഇടയിൽ തിരുവല്ലയിലെ നിരണം ഗ്രാമത്തിൽ നിന്നും വന്ന കവികളാണ്. സ്ഥലമാണ് തിരുവല്ലയ്ക്ക് അടുത്തുള്ള നിരണം രാജൻ എന്നും പറഞ്ഞിട്ട് നിരണം രാജൻ എന്ന് പറഞ്ഞിട്ട് കാതികനുണ്ട്. അപ്പോ ആ നിരണത്തിൽ നിന്ന് വന്നവരായതുകൊണ്ടാണ് അവരെ നിരണം കവികൾ എന്ന് പറയുന്നത്. കൃഷ്ണപ്പണിക്കർ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അപ്പോ എവിടെ നിന്നോ കിട്ടിയ ആ അറിവ് ഒരു മത്സരത്തിന്റെ ഒരു വൻ വിജയമാണ് എനിക്ക് നേടിത്തുന്നത്. വന്ന് കണ്ട് കീഴടക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ള ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടും കൂടി തന്നെ പച്ചക്കുതിരയുടെ ഈ മത്സരവേദിയിൽ നിന്ന് വിടവാങ്ങാം. ഒരുപാട് സന്തോഷം. ജിനി ആൻഡ് രൂപ. ജിനി, രൂപ, നമുക്ക് മോൻ ആദ്യത്തിനെ ഏൽപ്പിക്കാം, അല്ലെ? 2 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ അവന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന 2 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഞാൻ മോന്റെ കയ്യിൽ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ടിനി ടോം 3 എപ്പിസോഡുകളിലായി മത്സരം തുടർന്നു കൊണ്ടുവന്ന് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ എമൗണ്ടായ 2 ലക്ഷം രൂപ സമ്മാനമായി നേടിക്കൊണ്ട്, ദുബായ് ഗോൾഡ് സൂക്ക് നൽകിയ 2 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നേടിക്കൊണ്ട് പച്ചക്കുതിരയുടെ ഈ വേദിയിൽ നിന്നും സന്തോഷപൂർവ്വം വിട പറയുകയാണ്. ഞാനും ഒരുപാട് സന്തോഷത്തോടെ ടിനിയെയും രൂപയും മോനെയും യാത്ര അയക്കുന്നു.
മത്സരം തുടരുകയാണ്. എറണാകുളത്ത് നിന്ന് വന്ന സിനിരാജും കുടുംബവുമാണ് പച്ചക്കുതിരയുടെ മത്സരവേദിയിലേക്ക് അടുത്തതായി എത്തുന്നത്. ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ സിനിരാജിനെയും കുടുംബത്തെയും. നമസ്കാരം സിനി ആൻഡ് രാജേഷ്. രാജേഷിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സിനി എന്റെ സഹപ്രവർത്തകയാണ്. ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്തൊരു കൊച്ചുകുട്ടിയായിട്ട് ഇങ്ങനെ സിനിമയിൽ ട്രൈ ചെയ്യാനൊക്കെ ഇങ്ങനെ അന്ന് ശ്രമിച്ചിരുന്നൊരു സമയമാണ്. പിന്നീട് പഠിത്തവും ഒക്കെ ആയിട്ടങ്ങ് പോയി. LLB എൻട്രൻസ് എക്സാം എഴുതിയിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിൽ ജോബ് കിട്ടിയപ്പോ പിന്നെ അവിടെയായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സെറ്റിലായി. ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് പിന്നീടാണ് കല്യാണം കഴിഞ്ഞത് അല്ലേ? ഓക്കെ. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും അല്ലെ, ഒരു 91, 92 കാലഘട്ടത്തിലാണ് കാസർഗോഡ് കാദർബായിയൊക്കെ അഭിനയിക്കുമ്പോഴാണ് ഞാൻ സിനിമയെ കണ്ടതെങ്കിലും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് കാണുമ്പോൾ എനിക്ക് മുഖം ഓർമ്മയുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും വളരെ സന്തോഷം കണ്ടതിന്. രാജേഷ് കോഴിക്കോടാണ്. നേറ്റീവ് പ്ലസ് കോഴിക്കോടാണ്. സെറ്റിൽ ചെയ്ത് ട്രിവാൻഡ്രത്താണ്. ഇപ്പൊ ട്രിവാൻഡ്രത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ വർക്ക് ചെയ്യുന്നു? ഇവിടെ എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ്. ഓക്കെ. ഇപ്പോ ഗൾഫിലായിരിക്കുമ്പോ തന്നെ കല്യാണം കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഗൾഫിലുണ്ടായിരുന്നു. ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായി അല്ലേ? സാധാരണഗതിയിൽ പെൺകുട്ടികൾ സിനിമയിൽ വന്ന് അഭിനയിച്ച് അറിയപ്പെട്ട നായികയായി കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സിനിമയെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കുടുംബജീവിതം നടത്തുകയാണ് ചെയ്യുന്നത്. സിനി ഏതായാലും അതിനൊന്നുമില്ല, തുടങ്ങി വെച്ചിട്ട് ഉടനെ തന്നെ ജോലി കിട്ടി പോവുകയാണ് ചെയ്തത് അല്ലേ? ഏതായാലും പച്ചക്കുതിരയിലൂടെ തന്നെ വീണ്ടും കാണാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഓക്കെ. അപ്പോൾ മത്സരം തുടങ്ങാം അല്ലേ? അതിനുമുമ്പ് സമ്മാനം ഓപ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സമ്മാനമായിട്ട് ആകെ തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന ഫർണിച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ സമ്മാനമായിട്ട് ഓപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 1000 രൂപയ്ക്കുള്ള ഫർണിച്ചർ സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, ആദ്യത്തെ ചോദ്യം. ലോഹിതദാസ് ആദ്യമായി സംവിധാനം നിർവഹിച്ച ചലച്ചിത്രം. സിനിമ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പച്ചക്കുതിര ചോദിക്കുന്നത്. ലോഹിതദാസ് ആദ്യമായി സംവിധാനം നിർവഹിച്ച ചലച്ചിത്രം. പച്ചക്കുതിര ഓപ്ഷൻസ്: എ സല്ലാപം, ബി ഭൂതക്കണ്ണാടി, സി കന്മദം, ഡി അരയന്നങ്ങളുടെ വീട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഭൂതക്കണ്ണാടി കൺഫേം ചെയ്യുന്നു. ബി ഭൂതക്കണ്ണാടി. പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു ബി ഭൂതക്കണ്ണാടി. വളരെ പ്രഗത്ഭനും കഴിവുള്ള ആളുമായിരുന്നു ശ്രീ ലോഹിതദാസ്. അദ്ദേഹത്തിന്റെ ഒരുപാട് മികച്ച തിരക്കഥകൾ സിനിമകളായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ആദ്യമായി സംവിധാന രംഗത്തേക്ക് വന്ന് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ചോദിച്ചത്. അതിന് ഭൂതക്കണ്ണാടി എന്നാണ് സിനിയും രാജേഷും കൂടെ ഉത്തരം നൽകിയിരിക്കുന്നത്. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഉത്തരം? എനിക്ക് വലിയ പിടിയില്ല. ചെറിയ സംശയമുണ്ട് അല്ലേ? രാജേഷിന് ഉറപ്പാണെന്ന് തോന്നുന്നു. നോക്കാം. 90%. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഭൂതക്കണ്ണാടി ശരിയായ ഉത്തരം. പനിയാവർത്തനം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് ശ്രീ ലോഹിതദാസ് സിനിമാ രംഗത്തേക്ക് വന്നത്. പിന്നീട് എത്രയോ മികച്ച സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി, എത്രയോ മികച്ച സിനിമകൾ സംവിധാനം ചെയ്തു. അകാലത്തിൽ നമ്മളെ വിട്ടുപോയ ഒരാളാണ്. ഇനിയും ഒരുപാട് കാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ലോഹിയേട്ടൻ. അകാലത്തിൽ നമ്മളെ വിട്ടുപോയി. അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഭൂതക്കണ്ണാടി. അപ്പോൾ 1000 രൂപയ്ക്കുള്ള തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന ഫർണിച്ചർ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു.